വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഗൈസ്. ഇന്നത്തെ ദിവസം മീൻസ് ഉത്രാടപ്പാച്ചിലാണ് ഗൈസ്. അതാണ് നമ്മുടെ ഇന്നത്തെ ദിവസം. ആക്ച്വലി സമയം ഇപ്പോൾ ഒരു 12 മണി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളൊന്ന് പുറത്തേക്ക് പോവാണ്. കുറച്ചധികം കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒന്ന് സിറ്റിയിൽ വരെ പോകണം, മിഠായി തെരുവ് വില്ലേജ് സ്ട്രീറ്റ് അവിടെ വരെ പോകണം. കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട്, വാങ്ങിക്കാനുണ്ട്. പിന്നെ വീണ്ടും വേറെ കുറച്ച് സ്ഥലത്തൊക്കെ പോകാനുണ്ട്. അതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ബസ് ഉണ്ടോയെന്നില്ല അറിഞ്ഞൂടാ. ജസ്റ്റ് നമുക്ക് പോകാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ ദിവസത്തിലേക്ക് സ്വാഗതം ഗൈസ്. അങ്ങനെ ഞാനും മോനും കൂടെ വീട്ടിൽ നിന്ന് ഇറങ്ങി ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എൻ്റെ കൂടെ ഇനിയിപ്പോൾ ഒരാൾ കൂടി ജോയിൻ ചെയ്യാനുണ്ട്. വാവ വരാനുണ്ട് കേട്ടോ. അവന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും 2 റൂട്ടിൽ നിന്ന് വരുന്ന ആളുകളാണ്. എനിക്ക് സിറ്റി ബസ് നേരിട്ട് കിട്ടും, വാവയ്ക്ക് സ്റ്റാൻഡിലേക്കുള്ള ബസ്സാണ് കിട്ടുക. അപ്പോൾ അവൻ മാവൂരോട് ഇറങ്ങിയിട്ട് സിറ്റിയിലേക്ക് നടന്ന് വരണം. ഞാനിപ്പോൾ ഓൾറെഡി മാനാഞ്ചിറ എത്തിയിട്ടുണ്ട് കേട്ടോ. മാനാഞ്ചിറ അടിപൊളിയാണ്. ഓണൊക്കെ ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ നടക്കുന്നുണ്ട്. വാവ നടന്ന് വരുമ്പോഴേക്ക് വാവേൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു 2 പേര്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ജോയിൻ ചെയ്തു. പിന്നെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ 2 ഷോപ്പിൽ ഒരുപാട് നേരം നിന്നു. നട്ടുച്ച സമയത്താണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത്. അതുകൊണ്ട് തന്നെ ആരും ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് SM-ൻ്റെ ഉള്ളിൽ കല്യാണ ബിരിയാണി കിട്ടുന്ന സ്ഥലമുണ്ട്. അവിടേക്ക് പോകാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ SM-ലേക്ക് കയറിയപ്പോൾ ഉള്ള തിരക്കാണ്. കല്യാണ ബിരിയാണിക്ക് പോയപ്പോൾ കല്യാണ ബിരിയാണി ചെമ്പ് അവർ കഴുകി വെക്കുകയാണ്. വൈകുന്നേരം ചെന്ന് ബിരിയാണി ചോദിച്ചാൽ തരുമോ ഒന്നും നോക്കിയില്ല. അവസാനം അവിടെ ഒരു ഹോട്ടലുണ്ടായിരുന്നു, അവിടെ കയറി ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പോകുന്നത് ആകാശിൻ്റെ അടുത്തേക്കാണ്. ആ കാണുന്നതാണ് കേട്ടോ ആകാശ്, എൻ്റെ ഫ്രണ്ടാണ്. അവൻ്റെ അടുത്ത് കുറച്ച് പൂവും കുറച്ച് അവൻ ഫ്രീ ആയിട്ട് തന്ന പൂവൊക്കെ ആയിട്ട് നമ്മൾ വീണ്ടും പുതിയ സ്റ്റാൻഡിലേക്ക് പോവാണ് കേട്ടോ, ഷോർട്ട് കട്ടിലൂടെ. നമ്മൾ ഡ്രസ്സ് എടുത്തു. മുമ്പിൽ പോകുന്നത് വാവേൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ. അവരുടെ ആരോ ഒരാളുടെ അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ഇനിയിപ്പോൾ ഏതായാലും അവർക്ക് സാധനമൊക്കെ എടുക്കാണ്ട് എന്നെ വാവ പുതിയ സ്റ്റാൻഡിലേക്ക് ആക്കി തന്നു കേട്ടോ. അപ്പം ഞാൻ മോനും ഇനി വീട്ടിലേക്ക് പോവാണ്. ഇനിയിപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാനുള്ള സമയമില്ല. അങ്ങനെ നമ്മൾ കക്കോടി എത്തിയിട്ടുണ്ട്. കക്കോടി അമ്മയും അച്ഛനും പച്ചക്കറിയൊക്കെ വാങ്ങിയിട്ട് സെറ്റായി നിൽക്കുന്നുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഓട്ടോയിൽ കയറിയിട്ട് മെല്ലെ വീട്ടിലേക്ക് പോവാം കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഞാൻ ഓൾറെഡി ടയേർഡായിപ്പോയി. വെയിലും കൊണ്ടു, അതേപോലെ തന്നെ കുറേ നേരം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും തേരാപ്പാര നടക്കേണ്ടി വന്നല്ലോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട്. പിന്നെന്താ, ഒരുപാട് നേരം ഷോപ്പിൽ ടൈം സ്പെൻഡ് ചെയ്തു സാധനം നോക്കി എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ. അതിൻ്റെ ഇടയിൽ കൂടെ സ്ട്രെസ്ഫുള്ളായിട്ടുള്ള വേറൊരു പരിപാടി കൂടി ഞാൻ ഇതിൻ്റെ ഇടയിൽ കൂടെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മുടെ ഇവൻ്റില്ലേ ഓരോ, അതിലേക്ക് ഒരു ഫങ്ഷൻ്റെ വെൽക്കം ബോർഡ്, മെഹന്തി, പിന്നെ അതേപോലെ മറ്റേ സംഗീത്, ഇതിൻ്റെ ഒരു ഇതുണ്ടാക്കാൻ പോസ്റ്റർ ഉണ്ടാക്കാനുണ്ടായിരുന്നു. അതും ഞാൻ ഈ ഒരു ഗ്യാപ്പിൽ ഈ ഓടി നടക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ ഫോണിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ ഒരു സ്ട്രെസ്സും കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കൂടി ആയി. പിന്നെ അറിയാലോ, ടൗണിൽ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഓൾറെഡി നമ്മുടെ നാട്ടിലേക്കുള്ള റോഡുകൾ മൊത്തം ബ്ലോക്കാവും. അങ്ങനെ ബ്ലോക്കായിട്ട് അങ്ങനെയൊക്കെ കുറേ നേരം നിന്നപ്പോൾ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പറ്റിയില്ല. രാത്രിയായിപ്പോയി, ഇരുടായല്ലോ. അപ്പോൾ പിന്നെ ഞങ്ങൾ തിരിച്ച് വേഗം തന്നെ വീട്ടിലേക്കാണ് പോയത്. അമ്മേൻ്റെ വീട്ടിലേക്ക് ഇറങ്ങിയില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ എൻ്റെ പുതിയ ഡ്രസ്സ് എനിക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല. ഓണത്തിന് നാളെ ഇടാനും വേണ്ടിയിട്ട് പറ്റുന്നതല്ല, വേറെ ഉണ്ട് പുതിയത്. അത് വെച്ചിട്ട് നമുക്ക് നാളെ ഇടാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വീട്ടിലേക്കുള്ള വഴിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കൊരു ട്രാൻസ്ഫോമർ കാണാം കേട്ടോ, ഈ വീടിൻ്റെ തൊട്ട മേലെ. ഈ ട്രാൻസ്ഫോമർ നമ്മുടെ വീടിൻ്റെ ആ ഭാഗത്തുള്ള മലയിലേക്ക് എത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ട്രാൻസ്ഫോമർ. നമുക്കിനി ഇതാ ഈ വളവിൽ നിന്ന് നേരെ അപ്പുറത്തെ സൈഡിലേക്ക്, അതായത് ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരുന്ന ഭാഗത്ത് മലയാണ്. ആ മലയിലേക്കാണ് നമുക്കിനി എത്താനുള്ളത്, അതായത് അപ്പുറത്തെ മലയിലേക്ക്. മനസ്സിലായോ? ഇനി നമ്മളിങ്ങനെ പോയിട്ട് നേരെ വീടിൻ്റെ അവിടെ പോയി ഇറങ്ങും. ഇറങ്ങുന്ന സമയത്ത് ഞാൻ ജസ്റ്റ് ട്രാൻസ്ഫോമർ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. കാരണം അത്രയും ദൂരം നടക്കണം. നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും ഒരു പാലമൊക്കെ. ആ പാലത്തിൻ്റെ ആ വഴിക്ക് അങ്ങോട്ടേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ കണ്ടോ ട്രാൻസ്ഫോമർ, അവിടെ നിന്നാണ് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് ഗൈസ്. മനസ്സിലായോ? ആ ട്രാൻസ്ഫോമറിൻ്റെ സൈഡിൽ കൂടെയാണ് റോഡ് വരുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പാലം, ആ പാലത്തിൻ്റെ അതിൽ പോയിട്ടുണ്ടെങ്കിലാണ് ഒളവപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തട്ടോ. ഓ ഗൈസ്, ഉത്രാടപ്പാച്ചിൽ എന്ന് പറഞ്ഞാൽ ഒന്നൊന്നര പാച്ചിലായിപ്പോയി ഗൈസ്. എൻ്റെ പൊന്നോ, രാവിലെ എത്ര മണിക്കോ, 12 മണിക്കോ 12:30 എങ്ങാനും പോയതല്ലേ. ഇപ്പോൾ സമയം എത്രയെന്ന് അറിയോ? 6:30. ഇപ്പോഴാണ് ഞാൻ വീട്ടിലെത്തിയത്. പിന്നെ ഒരു കാര്യം പറയാണ്ട് ഗൈസ്, നാളെ എനിക്ക് ഇടാനുള്ള കോസ്റ്റ്യൂം സാധനങ്ങളൊന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അത് അമ്മേൻ്റെ വീട്ടിൽ കിടക്കാണ്. എനിക്ക് അവിടെ പോകാൻ വേണ്ടി പറ്റിയില്ല. ഏതായാലും ഞാൻ ഭയങ്കര ടയേർഡാണ്. ഞാൻ പോയിട്ടൊന്ന് ഫ്രഷ് ആവട്ടെ കേട്ടോ, ഒന്ന് മേലൊക്കെ കഴുകിയിട്ട് വരാം. എന്നിട്ട് ബാക്കി കാര്യങ്ങളൊന്ന് സംസാരിക്കാം ആക്കും പോലെ. ഗൈസ്, കുറച്ച് ക്ലാരിറ്റി കുറവുണ്ടാകും.
സന്ധ്യയല്ല ഗൈസ്, രാത്രിയായിരിക്കുന്നു. സമയം ഇപ്പോൾ എത്രയായി? ഇപ്പോൾ പറഞ്ഞുതരാം, 8 മണി ആയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഇപ്പം പുറത്തൊക്കെ പോയിട്ട് ഉത്രാടം പാച്ചിൽ ഞാൻ കൊണ്ടുപോയി ഗൈസ്, ഞാൻ കൊണ്ടുപോയി. രാവിലെ മുതൽ ഓടാൻ തുടങ്ങിയതാണ്. നമ്മൾ വൈകുന്നേരമാണ് എത്തിയത്. ആക്ച്വലി എനിക്ക് നാളെ ഓണത്തിന് ഇടാനുള്ള ഡ്രസ്സ് ഞാൻ തയ്പ്പിച്ചതാണ്. അത് ഞാൻ വാങ്ങാൻ വേണ്ടിയിട്ട് അമ്മേൻ്റെ വീട്ടിൽ പോയിട്ടില്ല. അതിനും കൂടിയുള്ള സമയം എനിക്കില്ലായിരുന്നു. അറിയാലോ, കോഴിക്കോട് മിഠായിത്തെരുവിൽ അപാര തിരക്കാണ്. ആ തിരക്കിൻ്റെ ഇടയിൽ കൂടെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇപ്പുറം കടന്നാൽ മാത്രം പോരാ. വൈകുന്നേരം ആകുമ്പോൾ മാനാഞ്ചിറ സ്ക്വയറിലേക്ക് ഒരുപാട് പരിപാടി, സ്റ്റേജ് പ്രോഗ്രാമൊക്കെ നടക്കുകയാണ്. അപ്പോൾ ബ്ലോക്കായിരിക്കും. മാനാഞ്ചിറ ബ്ലോക്ക് ആയിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇവിടേക്കുള്ള റൂട്ട് മൊത്തം ബ്ലോക്കാവും, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് കിട്ടിയ ബസ്സിൽ ചാടി കയറി ഞാനും മോനും പോന്നു. വാവയും വാവൻ്റെ ഫ്രണ്ട്സും വേറെ എന്തൊക്കെയോ സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ അതിനും കൂടി നിന്നാൽ ഞങ്ങൾ പിന്നെയും വൈകുമല്ലോ. അപ്പോൾ അതിനോട് ഞങ്ങൾ നിന്നില്ല കേട്ടോ. എന്നെയും മോനെയും ബസ് കയറ്റി തന്ന് ഞങ്ങൾ ഇങ്ങ് പോന്നു. ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയില്ല ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. നേരെ വന്ന് കക്കോടി ഇറങ്ങി. അവിടെ അമ്മയും അച്ഛനും ഉണ്ടായിരുന്നു. ഏട്ടനും വൈഫും വന്നിട്ടുണ്ടായിരുന്നു, പക്ഷെ കാണാൻ പറ്റിയില്ല കേട്ടോ. ഞങ്ങൾ എത്തുമ്പോഴേക്കും അവർ പോയി. അമ്മയും അച്ഛനെയും കണ്ട് അവർ സാധനം പച്ചക്കറിയൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഉത്രാട പാച്ചിലല്ലേ ഗൈസ്, പാച്ചിലല്ലേ. അപ്പോൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ഞങ്ങൾ വരുമ്പോഴേക്കും അവർ സാധനമൊക്കെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഒരു ഓട്ടോ കയറി നേരെ വീട്ടിലേക്ക് പോരാട്ടോ ചെയ്തത്. അപ്പം ഞാൻ പൂ വാങ്ങിയത് പാളയത്തു നിന്നാണ്. അറിയാലോ, പാളയത്തു നിന്നാണ് നമുക്ക് വില കുറവിന് പൂ, പച്ചക്കറി സാധനങ്ങളൊക്കെ കിട്ടുക. SM സ്ട്രീറ്റ് ടൗണിൽ, സിറ്റിയിൽ പോയാലേ കിട്ടുള്ളൂ എല്ലാ സാധനങ്ങളും. വില കുറവിന് നമുക്ക് കിട്ടും. അപ്പം ഞാൻ, എൻ്റെ ഫ്രണ്ട് ഉണ്ട് ആകാശിൻ്റെ അടുത്ത് നിന്നാണ് കേട്ടോ പൂ വാങ്ങിയത്. അവൻ സീസണൽ ആയിട്ടുള്ള, എന്താ പറയുക, സീസണൽ കച്ചവടക്കാരനാണ്. അവൻ ഏത് രൂപത്തിലും ഏത് കോലത്തിലും കാണാൻ വേണ്ടി പറ്റും. എനിക്ക് ഭയങ്കര പ്രൗഡാണ് കേട്ടോ. ആകാശിൻ്റെ ഫ്രണ്ടാണ്. 1ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ് കേട്ടോ. ആകാശ് സീസൺ അനുസരിച്ച് എന്താ പറയുക, കച്ചവടം ചെയ്യുന്ന ഒരാളാണ്. ആളൊരു ക്യാമറ അസിസ്റ്റൻ്റ് ആണ്. പിന്നെ അത് മാത്രമല്ല എല്ലാ ജോലിയും ചെയ്യും. അവനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ജോലിയും അവൻ ചെയ്യും കേട്ടോ. നിങ്ങൾ ചിലപ്പോൾ ന്യൂസ് ചാനലിൽ കണ്ടിട്ടുണ്ടാകും പൂ വിൽക്കുന്ന കൂട്ടത്തിൽ. അപ്പോൾ ആകാശിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പൂ വാങ്ങിയിട്ടുള്ളത്. ആക്ച്വലി ഇന്നലെ ഞാൻ അവനോട് വിളിച്ച് ചോദിച്ചേട്ടാ, ഞാൻ വരട്ടെ, വന്നാൽ കാണാൻ വേണ്ടി പറ്റുമോ എന്ന് ഇന്നലെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇന്നലെ അറിയാലോ, ഇന്നലെ നമ്മൾ ഭയങ്കര തിരക്കിലായിപ്പോയി. ഇന്നലെ ടൗണിലേക്ക് പോകാൻ പറ്റിയില്ല. പകരം ഇന്നിപ്പോൾ ഏതായാലും വാവയ്ക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ അല്ലാതെ ചില്ലറ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ വാങ്ങി വരുന്ന കൂട്ടത്തിൽ ഏതായാലും ആകാശിൻ്റെ അടുത്ത് പോയിട്ട് ആകാശ് എനിക്ക് കുറച്ചധികം പൂവ് തന്നിട്ടുണ്ട് ഗൈസ്. ഇത് ഞാൻ നാളെ ഇട്ട് തീർക്കണം. അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ എത്ര പൂവുണ്ട് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതെല്ലാം കൂടി കൂട്ടി വെച്ചതിനോട് കുറച്ചായിട്ടേ തോന്നുള്ളൂ, പക്ഷെ അല്ല, കുറേ ഉണ്ട്. അപ്പം നാളത്തെ ഓണം നമ്മൾ പൂവിട്ട് തവർക്കാൻ വേണ്ടിയിട്ട് പോവാണ് ഗൈസ്. കാണിച്ചു തരാം പൂവ് എത്ര ഉണ്ട് എന്നുള്ളത്. ഗൈസ്, ഇതാണ് ആകാശ് എനിക്ക് വേണ്ടി തന്നിട്ടുള്ള പൂക്കൾ കേട്ടോ. ഒരുപാടുണ്ടായിരുന്നു, ചെട്ടിയൊക്കെ ഒരുപാടുണ്ട്. കണ്ടോ, ഒരുപാട് വാരിയിട്ടതാണ് കേട്ടോ ഇവൻ. ഒരുപാട് നല്ല തിരക്കായിരുന്നു. തിരക്കിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കുറേ പൂവ് എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട്, കുറേ വാരിയിടാൻ വേണ്ടിയിട്ട് അവൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇവർ സ്റ്റാറ്റസ് ഇട്ട സമയത്ത് പൂ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാത്രമേ നമ്മളെ ഫ്രണ്ട്സ് സർക്കിളിൽ നിന്ന് എത്തിയിട്ടുള്ളൂ എന്നാണ് അവൻ പറഞ്ഞത് ഗൈസ്. അപ്പോൾ ആകാശ് എനിക്ക് വാരിക്കോരി പൂക്കൾ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് പൂക്കളൊക്കെ അരിഞ്ഞ് വെക്കുക എന്നുള്ളതാണ്. അപ്പം നാളെ രാവിലെ നമുക്ക് അരിയലും ഇടലും എല്ലാം കൂടെ ഒപ്പരം നടക്കൂല. പിന്നെ അത് മാത്രമല്ല, നമുക്ക് വീണ്ടും ഗ്യാസ് പണി തന്നിരിക്കുന്നു ഗായ്സ്. പറയാൻ മറന്നുപോയി, ഗ്യാസ് കഴിഞ്ഞു ഇന്ന് രാവിലെ. അപ്പം ഇനിയിപ്പോൾ അടുപ്പത്ത് നിന്ന് ആക്കി വരണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ തന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ, നാളത്തേക്ക് സദ്യക്കുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ അരിഞ്ഞ് മുറിച്ചൊക്കെ സെറ്റാക്കി വെക്കണം. അപ്പോൾ പൂവ് അരിയാനും ഉണ്ട്, അടുക്കളയത്തെ കാര്യങ്ങളും ചെയ്യാനുണ്ട്. എല്ലാം കൂടെ ഇന്ന് സെറ്റാക്കണം. കഴിയുന്ന അത്രയും ചെയ്യുക, അത്രയേ ഉള്ളൂ. ബാക്കി നാളെ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഞങ്ങൾ അരിയട്ടെ കേട്ടോ. ഇവിടെ ആദ്യമോൻ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് കേട്ടോ. ആദ്യമോൻ ഇവിടെ സെറ്റായി നിൽക്കുന്നുണ്ട് അരിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് അരിയാം പൂക്കളൊക്കെ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കുറച്ച് പൂക്കളൊക്കെ അരിഞ്ഞ് വെക്കണം. കാരണം നാളെ രാവിലെ എല്ലാം കൂടി നമുക്ക് സെറ്റാക്കാൻ വേണ്ടി പറ്റില്ല. അറിയാലോ, അടുക്കളയിലും കയറണം, നമുക്ക് ഗ്യാസ് ഇല്ലാത്തതാണ്. അപ്പോൾ ഒക്കെ അടുപ്പിൽ നിന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ആദ്യമേ ഇവിടെ ഒന്ന് കാണിച്ചു കൊടുത്തപ്പോൾ പിന്നെ അവൻ അരിഞ്ഞ് സെറ്റാക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്കിയുള്ള ഈ വാടാർമല്ലിയൊക്കെയാണ് നന്നാക്കാൻ കുറച്ചുകൂടി പാട്. കുറച്ചിങ്ങനെ ഇരുന്ന് ചെയ്യേണ്ട പരിപാടികളാണല്ലോ. ഏതായാലും വേണ്ടില്ല, നമുക്കിതൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കി വെക്കാം. കഴിയുന്നിടത്തോളം ഇന്ന് തന്നെ അരിഞ്ഞ് വെക്കണം. നാളെ എല്ലാത്തിനും കൂടി സമയം ഉണ്ടാവില്ല കേട്ടോ. പിന്നെ ഇതാ അമ്മ ഇവിടെ
നാളത്തേക്കുള്ള സാമ്പാറിൻ്റെയും അതേപോലെ അവിയലിൻ്റെയും ഒക്കെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് വെക്കുന്നുണ്ട്. ഇതൊക്കെ ഇന്ന് തന്നെ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ സെറ്റ് ആവുകയുള്ളൂ കേട്ടോ, അല്ലെങ്കിൽ നാളെ എല്ലാം കൂടെ കഴിയില്ല. നാളെ രാവിലെ ചായക്കുള്ളത് റെഡിയാക്കണം. അടുക്കളയിലേക്കുള്ള കാര്യങ്ങൾ തന്നെ നമുക്ക് ഗ്യാസ് ഇല്ലാത്തതിനെ കൊണ്ട് അടുപ്പം തന്നെ ആക്കിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഈ പൂവ് അരിയാനും കൂടി നാളെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല ഗൈസ്. വലിയ സദ്യയും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഉള്ളത് നമ്മൾ 2-3 ആൾക്കാരെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട്. മോൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ വരുമല്ലോ. അപ്പോൾ ആ സമയമാകുമ്പോഴേക്കും നമുക്കെല്ലാം സെറ്റാക്കണ്ടേ. അപ്പോൾ ഈ ഒരു അവസ്ഥ ആയത് കാരണം എന്തായാലും നമുക്ക് അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ ഞാനും ഏതായാലും പൂവൊക്കെ ഒന്ന് അരിഞ്ഞ് സെറ്റാക്കട്ടെ കേട്ടോ. ഈ പൂവ് അരിയുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് ആദിമോനാണേ. അവനും അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വാടാർമല്ലി, റോസ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അരിയാനാണ് കുറച്ചുകൂടി പ്രയാസമുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഇത് മൊത്തത്തിലൊന്ന് അരിഞ്ഞ് സെറ്റാക്കി കവറിൽ ഒക്കെ ആക്കി സെറ്റ് ചെയ്ത് വെക്കണം. ഓക്കെ. ഹലോ ഗായ്സ്, അപ്പോൾ നമ്മളെ ഗ്യാപ്പിൽ പോയിട്ട് ചോറൊക്കെ കഴിച്ചിട്ടോ. സമയം ഇപ്പോൾ ഏകദേശം 12 മണിയാകാൻ വേണ്ടിയിട്ട് പോവാണ്. ഞങ്ങൾ കിടക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ ആ ഗ്യാപ്പിൽ ചോറ് കഴിച്ചതാണെന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയില്ല ഗൈസ്. പൂവ് ഇനിയും നന്നാക്കാനുണ്ട് കേട്ടോ, കുറച്ചുകൂടി. ഓൾമോസ്റ്റ് കുറച്ച് നന്നാക്കി കഴിഞ്ഞു. ഇനി ഇത്തിരി കൂടി ഉണ്ട്, അതിനിപ്പോൾ നാളെ ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അപ്പോൾ എന്തായാലും എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം ഗൈസ്. ഇവിടെ നല്ല മഴയാണ്. നാളെ ഇപ്പോൾ ഓണം വെള്ളത്തിലാവുമെന്നൊന്നും നമുക്കറിയില്ല. ഇപ്പോൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും നാളെ രാവിലെ മുതൽ വൈകുന്നേരം വരെ മഴ പെയ്യാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി ഓണം. അപ്പോൾ തിരുവോണ ദിന വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ വീണ്ടും കാണാം കേട്ടോ. ബൈ ബൈ, സീ യു, ഗുഡ് നൈറ്റ്.